What? Are you stressed? Yes, of course. എന്നാ പോരെ ഇങ്ങോട്ടാ. ഗുജറാത്തി സ്ട്രീറ്റ് എവിടെയെന്നറിയോ? കാലിക്കറ്റ് ബീച്ചിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഗുദാം എന്നുള്ള റെസ്റ്റോറന്റ്. എവിടെ? ഗുജറാത്തി സ്ട്രീറ്റ്. ഒരു ആർട്ട് കഫേ. ഇവിടെ ഇഷ്ടംപോലെ ആർട്ട് പീസ് ആണ്. നിങ്ങൾ ആർട്സ് എൻജോയ് ചെയ്യുന്ന ഒരാളാണോ? എന്നാ ഇങ്ങ് പോരെ. എന്തോരം പീസസ് ആണ് ഇവർ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. 30ഓളം രാജ്യങ്ങളിൽ ഒരു യാത്ര ചെയ്ത് ഇവർ കളക്ട് ചെയ്തതാണ് ഇതെല്ലാം. ശരിക്കും ഒരു ആർട്ട് ഗാലറി അല്ല, ഇതൊരു സ്വർഗ ലോകം തന്നെയാണ്. നിങ്ങൾ മസ്റ്റ് ആയിട്ട് കാണേണ്ട ഒരു പ്ലേസ് തന്നെയാണ് ഇത്. പറഞ്ഞു വരുന്നത് ഗുദാം ആർട്ട് കഫേ കുറിച്ചിട്ടാണ്. നമ്മുടെ ബീച്ചിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഗുജറാത്തി സ്ട്രീറ്റിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. അത്യാവശ്യം അടിപൊളിയായിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് ഇവിടെ. ഇവിടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ഫുഡ് കഴിക്കാനായിട്ട്, ഫ്രണ്ട്സിൻ്റെ കൂടെ സംസാരിക്കാനും ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ വരാനായിട്ട് നല്ലതാണ്. നമ്മളിവിടെ നിന്ന് ടീയും സമോസയും മൊജീറ്റോയുമാണ് ഓർഡർ ചെയ്തത്. ഞങ്ങൾക്ക് ഇവിടുത്തെ മൊജീറ്റോ ആണ് ഇപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അത് മാത്രമല്ല, ഇവിടെ നിങ്ങൾക്ക് ബുക്സൊക്കെ ഒരുപാട് അവൈലബിൾ ആണ്. ബുക്സ് വായിക്കാൻ, ഒരു പീസ്ഫുൾ എൻവിറോൺമെൻറ്റിലിരുന്ന് വായിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇവിടെ തന്നെ വരിക. ഇവിടെ അടിപൊളിയായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏത് ബുക്സ് വേണമെങ്കിലും ഇവിടെ വേണമെങ്കിലും ഇരുന്ന് വായിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവർ തരുന്നുണ്ട്. പിന്നെ എന്തായാലും അകത്തെ കാഴ്ചകളെക്കുറിച്ച് തോനെ പറയേണ്ട കാര്യമൊന്നുമില്ല. ഒരുപാട് അറേഞ്ച്മെൻറ്റ്സ് ഇവിടെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടം പോലെ ഫോട്ടോസ് എടുക്കാം. ഇനി ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ മസ്റ്റായിട്ട് ഇവിടെ തന്നെ വരും. പിന്നെ ഒരുപാട് വാൾ പെയിൻറ്റിങ്സും എല്ലാം ഉണ്ട്. ആൻറ്റീക്ക് ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട്. പിന്നെ ഒരുപാട് മിറേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് മിറർ സെൽഫി എടുക്കാനും തീരെ പഞ്ഞില്ല. എല്ലാവരും എന്തായാലും ഇങ്ങോട്ട് പോരും. ഫോട്ടോസ് എടുക്കാൻ നല്ല അടിപൊളി ഒരു സ്പോട്ട് നമ്മുടെ കാലിക്കറ്റ് വേറെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും വന്നു കഴിഞ്ഞാൽ തോന്നാം. പിന്നെ ഇവിടെ ഒരുപാട് ഫോട്ടോസൊക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ഫോട്ടോസ് ഉണ്ട്. നമ്മളെ ഇവിടെ കൊണ്ട് കാണിച്ചത് അൻഷാദ് എന്ന് പറഞ്ഞ ഒരാളാണ് കേട്ടോ. പുള്ളിക്കാരൻ വളരെ വൈബായിട്ടാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നത്. ആൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ തന്നെയാണ്. ആളുടെ ഒരുപാട് ഫോട്ടോഷൂട്ട് ചെയ്ത ഫോട്ടോസൊക്കെ നമ്മളെ കാണിച്ചു. ഇത് അടിപൊളിയായിട്ടാണ് ഫോട്ടോസൊക്കെ എടുത്തേക്കുന്നത്. ശരിക്കും നമുക്കൊരു ആഗ്രഹം തോന്നും ആളൊന്ന് ഫോട്ടോ എടുത്ത് തന്നിരുന്നെങ്കിൽ. ആ മാതിരി അടിപൊളി ക്ലാരിറ്റി ആയിട്ട് ഫോട്ടോസൊക്കെ എടുത്തേക്കുന്നത്. ശരിക്കും ഒരു സ്റ്റുഡിയോ വൈബ് തന്നെയുണ്ട്. പിന്നെ ആൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു കേട്ടോ. ആൾക്കാരോട് നല്ല സമീപനം പാലിക്കണം. ഇവിടെ ഉള്ള സ്റ്റാഫുകൾ തമ്മിൽ നല്ല ഐക്യത്തോട് കൂടിയിട്ട് പോകണം. അപ്പൊ ഇവർക്ക് നല്ല രീതിയിൽ ഭക്ഷണം ഇവിടെ അതായത് ഫ്രഷ് മീറ്റ് വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. അത്രയും തിരക്കായിട്ടുകൂടി ആൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കഫേയെ പറ്റി പറഞ്ഞു തന്നു. പുതിയ ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടാൻ ഹെൽപ്പ് ചെയ്തു. ഇവിടെ മാത്രമല്ല കേട്ടോ, അപ്സ്റ്റേഴ്സിലും ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. ഇവിടെ അപ്സ്റ്റേഴ്സിൽ നമുക്ക് ഫുഡ് വെയർ അലൗഡ് ആയിരിക്കത്തില്ല. ദെൻ അകത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. ആൻറ്റീക്കായിട്ടുള്ള ഒരുപാട് തിങ്സ് നമുക്ക് കണ്ടാലും മതി വരത്തില്ല. ആ മാതിരി കുറേ ഓർണമെൻറ്റ്സ്, ദെൻ കോയിൻസൊക്കെ ഒരുപാട് കൺട്രീസിലുള്ള അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ക്യാമറാസ്